Hello. Welcome to Market Discussion of the Day. Today, 25th of May 2026, Monday ആണ്. പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജൂൺ 8-ാം തീയതി. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ന് വളരെ ലോ വോളിയം ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇന്ന് നമുക്ക് എന്താ പറയുക, US ബാങ്ക് ഹോളിഡേ ആണ്, UK ബാങ്ക് ഹോളിഡേ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതായത് വലിയ എന്താ പറയുക മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാം. അതായത് ലോ വോളിയം ആയതുകൊണ്ടിട്ട് തന്നെ ഒരു വലിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒറ്റയടിക്കുള്ള ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ന് മെമ്മോറിയൽ ഡേ ആണ് US. സോ അതാണ് UK US. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ബാങ്ക് ഹോളിഡേയുടെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്കിന്ന് നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, 4507 ക്ലോസ് ആയ മാർക്കറ്റ് അല്ലേ. 4507 7-8 ലെവലിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഓപ്പൺ ആയത് 4530 അത് നേരെ 4565 വരെ പോയി, 4580 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട് അല്ലേ. സോ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ റീസൺ ബേസിക്കലി അല്ലേ. സോ ബേസിക്കലി ഈ വീക്കെൻഡിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എന്താ പറയുക, ഇറാനുമായിട്ടുള്ളൊരു പീസ് ഡീലിനെ പറ്റി ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറാൻ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് പല വട്ടമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടിട്ട് നമുക്ക് അറിയില്ല എന്താണെന്ന്. ഓക്കെ, സോ എനിവേയ്സ് ട്രംപ് അങ്ങനെ, അതായത് യുദ്ധം 3 മാസം നീണ്ടു നിന്ന് ഈ ഒരു യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ മെയിനായിട്ടും എന്താ പറയുക, ട്രംപ് പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ചാൽ, അവരുടെ ടീമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മിലിറ്ററിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള റഷ് ചെയ്യേണ്ട, സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഇപ്പോഴും ബ്ലോക്ക് ചെയ്ത് തന്നെ വെക്ക് അൺടിൽ ഒരു പ്രോപ്പറായി ഒഫീഷ്യലി ഒരു സൈൻ ചെയ്യുന്നത് വരെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ US പട്ടാളം അല്ലെങ്കിൽ US മിലിറ്ററി ഇടപെട്ട് അത് ബ്ലോക്ക് ചെയ്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് മാത്രമല്ല, എന്താ പറയുക, ഇന്ന് രാവിലെ മാർക്കറ്റ് വലിയൊരു ജമ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയൊരു ഒരു ഗ്യാപ്പ് അപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള റീസൺ, വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താ വെച്ചാൽ US ഡോളർ ഡ്രോപ്പായി എന്നുള്ളതാണ്. ഓക്കെ, സോ US ഡോളർ ഡ്രോപ്പ് ആയപ്പോൾ ഓഫ് കോഴ്സ് എന്താണ്, ഗോൾഡിൻ്റെ റേറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്യും അല്ലേ. സോ ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു വീക്കെൻഡിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ആഴ്ചത്തെ നമുക്ക് ജസ്റ്റ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നാളെ നോക്കിക്കഴിഞ്ഞാൽ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ആണ്, വൈകുന്നേരം 7:30 മണിക്കാണ് കോൺഫിഡൻസ് ഇൻഡെക്സ് വരുന്നത്. അത് ഒരു മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, മറ്റന്നാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റന്നാളും ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. FOMC മെമ്പർ എൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, അതേപോലെ ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. ഇത് രണ്ടുമാണ് മറ്റന്നാളത്തെ ന്യൂസുകൾ. ഓക്കെ, സോ അതിൻ്റെ പിറ്റേന്ന് വ്യാഴാഴ്ച നമ്മൾ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ചയും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്, ന്യൂ ഹോം സെയിൽസ് ഉണ്ട്. ഓക്കെ, മാത്രമാണ് വ്യാഴാഴ്ച ഉള്ള ന്യൂസ്. എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ വെള്ളിയാഴ്ച നമ്മൾ നോക്കിയാൽ വെള്ളിയാഴ്ച നമുക്ക് വെള്ളിയാഴ്ച ഇത് വ്യാഴാഴ്ചയാണോ? ഓക്കെ, ഇത് വെള്ളിയാഴ്ചയാണ്. ഓക്കെ, സോ വെള്ളിയാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ സ്പീച്ച് ഉണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്. ഓക്കെ, FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ചേ ഉള്ളൂ. ബേസിക്കലി ഈ ആഴ്ച US ഡോളറിനെ അഫക്റ്റ് ചെയ്യുന്ന കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരാഴ്ച നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടൊരു ടെക്നിക്കൽ വീക്കായിട്ട് കൺസിഡർ ചെയ്യാം, അൺലെസ് പൊളിറ്റിക്കലി ഒന്നും നടന്നില്ല എങ്കിൽ. പൊളിറ്റിക്കലി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമ്മൾ സിഗ്നൽസ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നൽസ് വേണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരു ദിവസം ഒരു 3-4 സിഗ്നൽസ് വരുന്നുണ്ട്. അത്യാവശ്യം മോർ ദാൻ 80% അക്യുറസിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്നൽസ് വേണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ
നമ്മൾ ബ്രോക്കേഴ്സ്, നിങ്ങൾ നല്ല ജെന്യൂനായിട്ടുള്ള ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല ബ്രോക്കേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, എന്താ പറയുക, അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് തന്നെ പോവാം. ഓക്കെ, ഗോൾഡ് 4507 ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ആയിട്ട് ഈ ആഴ്ച 4530 സ്റ്റാർട്ട് ചെയ്തു, 4580 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 4530, 4510 ഈ റേഞ്ചാണ് ആക്ച്വലി ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ. റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4580, 4600 എന്നുള്ളതാണ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 4800, 4580 അടുത്തൊക്കെ മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് നമുക്ക് ചെറിയ രീതിയിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 4605 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും ഇട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് എനിക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി പറയാനായിട്ടുള്ളത്. ബൈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 4530 അടുത്ത് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സേഫായിട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് 4510 അവിടെ കിട്ടാൻ നേരത്ത് ബൈ ചെയ്ത് പോയാലും മതിയാവും. ഓക്കെ, സോ ഈ ഒരു ചെറിയൊരു റേഞ്ച് ആയിരിക്കും ഇന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ടിട്ട് തന്നെ ഒരു ചെറിയൊരു റേഞ്ചിൽ കിടന്ന് കറങ്ങാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ 1 അവർ ക്യാൻഡിൽ, ഒറ്റ ക്യാൻഡിലൊക്കെ വലിയ മൂവ്മെൻറ്റ്സ്, ഒരു $50, $40 മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പക്ഷേ റേഞ്ച് വിട്ട് പോകുമോ എന്നുള്ളൊരു കാര്യത്തിൽ അത് ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് നേരെ നമ്മൾ GBP/USD വരാം. GBP/USD 1.34822 നിൽക്കുന്നു. സോ GBPയും ചെറിയ രീതിയിൽ അപ് ട്രെൻഡ് തന്നെയാണ്. സോ ബേസിക്കലി നമ്മളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 1.3420 ആണ് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് സോൺ 1.3510 റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസും ഉണ്ടാവും. ഓക്കെ, സോ നമുക്കൊരു താഴെ വീണ് കിട്ടിയാൽ 1.3450, 1.3440 റേഞ്ചിൽ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡായിട്ട് 1.3380 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ EUR/USD എടുക്കാം. 1.1640 നിൽക്കുന്നു. നമുക്കൊരു 1.1600 റേഞ്ചിലായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. 1.1580 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് യൂറോയിൽ നല്ലതായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മളുടെ JPYയിലോട്ട് വരുമ്പോൾ USD/JPY 158.90 നിൽക്കുന്നു. നമുക്കൊരു എന്താ പറയുക, ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ്. 159.50 അല്ലെങ്കിൽ 159.20 അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 159.20 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 150 സ്റ്റോപ്പ് ലോസ് നമുക്ക് 159.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, നമുക്ക് ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 158.30, 158.50 ലെവലിൽ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, ഇന്ന് സേഫായിട്ട് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. എന്താ പറയുക, വലിയ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക അത്. ഓക്കെ, വെയിറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇന്നത്തെ ദിവസം അങ്ങനത്തുള്ളൊരു ദിവസമാണ്. ഓരോ മാർക്കറ്റ് ഓപ്പണിങ്സിനൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയുക മൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. കാരണം ലോ വോളിയമാണ് ഇന്നത്തെ മാർക്കറ്റിലുള്ളത്. കാരണം UK മാർക്കറ്റ്, US മാർക്കറ്റ് അവധിയാണ് എന്നതാണ് അതിനുള്ള പ്രത്യേക റീസൺ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ്, ടു പ്രൊട്ടക്റ്റ് അവർ ക്യാപിറ്റൽ ആൻഡ് ദെൻ ബിൽഡ് അവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.